സ്വർഗം സമം അഥവാ യേശുവിന്റെ സഭാസമം തന്റെ വിശ്വസ്തരായ ഭൃത്യന്മാരെ അവരുടെ കഴിവനുസരിച്ച് താലന്തുകൾ ഏൽപ്പിച്ചതുപോലെയാണ്. ഒരു പ്രഭു രാജാവാകാൻ പോകുന്ന അവസരത്തില് ഒരു ഭൃത്യനെ വിളിച്ചേച്ചും 5 താലന്ത് ഏൽപ്പിച്ചു. മറ്റൊരു ഭൃത്യനെ വിളിച്ച് 2 ഏൽപ്പിച്ചു. വേറൊരാളെ 1 ഏൽപ്പിച്ചു. ഈ പ്രഭു പോയി രാജാവായിട്ട് തിരിച്ചു വന്നു. തന്റെ വിശ്വസ്തരായ ഭൃത്യന്മാരെ വിളിച്ചു. നന്നേ 5 ഏൽപ്പിച്ചത്? അതേ കർത്താവേ, അങ്ങ് 5 ഏൽപ്പിച്ചു, ഞാൻ 5 കൂടി ഉണ്ടാക്കി. രാജാവിന്റെ മറുപടി, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നിന്നെ ഞാൻ ചെറിയ കാര്യം ഏൽപ്പിച്ചു, അതിൽ നീ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ ഇനി വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. 2 കിട്ടിയ ആളിനെ ഇനി വിളിച്ചു. അവൻ പറഞ്ഞു, യജമാനനെ, നീ എന്നെ 2 ഏൽപ്പിച്ചത്, ഞാൻ 2 കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. രാജാവ് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നിന്നെ ഞാൻ ചെറിയ കാര്യം ഏൽപ്പിച്ചു, നീ അതിൽ ശരിയായിട്ടത് പൂർത്തിയാക്കി, നിന്നെ ഞാൻ അതിലും വലിയ കാര്യം ഏൽപ്പിക്കുന്നു. 1 കിട്ടിയ ആളിനെ ഇനി വിളിച്ചു. എന്നെ എടുത്ത് പറഞ്ഞു, അത് ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഏൽപ്പിച്ച ജോലിയിൽ മടിയനായി ആ ജോലി പൂർത്തിയാക്കാതിരുന്ന വ്യക്തിയെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുവാൻ രാജാവ് കൽപ്പിക്കുക. നമുക്ക് ഈ ഉപമ നമ്മുടെ ഇടയിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. നമ്മുടെ രൂപതയിലെ അധ്യക്ഷനെ വിളിച്ച് 5 ഏൽപ്പിച്ചു. നിങ്ങളുടെ വികാരിച്ചിനെ വിളിച്ച് 2 ഏൽപ്പിച്ചു. കുടുംബജീവിതക്കാരായ നമ്മളെ എത്ര ഏൽപ്പിച്ചു? 1 ഏൽപ്പിച്ചു. അല്ലേ? ഒരു താലന്ത് കുഴിച്ചിട്ടത് ആരാ? 1 കിട്ടിയ പുള്ളിയ, അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബജീവിതക്കാരനെയും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, യേശു കർത്താവ് ഒരു താലന്താകുന്ന ജീവിത യാഥാർത്ഥ്യം ഏൽപ്പിച്ചിരിക്കുക. അവസാന നാളിൽ പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, സ്വോത്രക്കാഴ്ചയുണ്ട്, സ്തുതിയുണ്ട്, ബൈബിളുണ്ട്, എല്ലാം ഉണ്ട്. പത്രോസിന്റെ മുമ്പിൽ നിൽക്കുക. രാജാവ് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച ജോലിയിൽ നീ വിശ്വസ്തനായിരുന്നോ, വിശ്വസ്തയായിരുന്നോ? ദൈവജനമേ, ഇല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടു പോകും. പാപ്പൻ പറയും, ഞാനോ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ റബ്ബർ വെട്ടി അവനെ ദുബായിക്ക് വിട്ടത് നല്ലതാ പാപ്പ, ഇച്ചിരി കാശ് കിട്ടും, കുടുംബത്തിന് പേരും ഒക്കെ കിട്ടും. പക്ഷെ അതല്ല ചോദിച്ചത്. ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തനായിരുന്നോ? ഏൽപ്പിച്ച ജോലി റബ്ബർ വെട്ടാനല്ലായിരുന്നോ? നീ ഞായറാഴ്ച പള്ളിയിൽ പോയോ? ഇല്ല. പിന്നെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളൊന്നാകുന്നത് അത് പിന്നീട് പറയാം കേട്ടോ, അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഓരോ കുടുംബജീവിതക്കാരനും തന്നെ വിളിച്ച വിളി എന്താണെന്നും അതിലെങ്ങനെ വിശ്വസ്തനായിരിക്കണമെന്നും പങ്കുവെക്കാൻ പോവുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും, വല്യപ്പനെയും വല്യമ്മയും ചെറുപ്പക്കാരെ വിടല്ലേ, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും എഴുന്നേറ്റ് പോവല്ലേ കേട്ടോ. അതായത് ബൈബിള് പഠിപ്പിക്കുന്നത് മാനവരാശിയുടെ നാശത്തിൽ നിന്നാണ് ആദ്യ മനുഷ്യന്റെ നാശം ആരംഭിച്ചതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ മായം പ്രദേശത്ത് തലമുറ നശിക്കുന്നെങ്കിൽ അതിന്റെ ആരംഭം എവിടെ നിന്നാ? കുടുംബത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും രക്ഷണീയ കർമ്മം ആരംഭിച്ചത് എവിടെ നിന്നാ? ഒരു കുടുംബത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാനവരാശിയുടെ രക്ഷയും നാശവും ഒരു കുടുംബജീവിതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ബൈബിള് പഠിപ്പിക്കുക. അതുകൊണ്ട് കുടുംബജീവിതക്കാരെ രക്ഷണീയ കർമ്മത്തിൽ ഓരോ കുടുംബജീവിതക്കാരനെയും യേശു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ദൗത്യമാണ്. എന്തെന്നാൽ അവരുടെ കുടുംബങ്ങളിൽ അപ്പസ്തോല ദൗത്യം, യേശുവിന്റെ ദൗത്യം പരമേൽപ്പിക്കപ്പെട്ടവരാണ് ഓരോ കുടുംബനാഥനും കുടുംബനാഥയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് അംഗീകരിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ ഒന്ന് ഉയർത്തിക്കും. എല്ലാ കാര്യങ്ങളും ചെറുപ്പക്കാരെല്ലാം ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ രാജാവായ ദൈവമേ, നാഥന്മാരുടെ നാഥനായ യേശുവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ
യോഗ്യത നോക്കാതെ നാഥ അങ്ങ് വർഷിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ, അതിനെ വിശദീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബം ആരംഭിക്കുന്നത് ഭാര്യയും ഭർത്താവിൽ നിന്നാണല്ലോ, അല്ലേ? അല്ലേ? അതെ. ഭാര്യയും ഭർത്താവിനെയും യോജിപ്പിക്കുന്നത് ആരാ? ബൈബിള് പറയുന്നു, മനുഷ്യ ദൈവം യോജിപ്പിച്ചതിനെ നീ വേർപെടുത്തരുതേ. എവിടെ വെച്ചാ യോജിപ്പിക്കുന്നത്? വഴിയിലൊരുത്തം വരുന്ന കണ്ട് റബ്ബർ വെട്ടാൻ വന്നതാ. അവന്റെ തടി കണ്ടപ്പോ ഒന്ന് കെട്ടിയാൽ കൊള്ളാവും തോന്നി. രജിസ്റ്റർ കച്ചേരി പോയി ഒന്നല്ല രണ്ടങ്ങ് കെട്ടി. ഇതാണോ ദൈവം യോജിപ്പിക്കുന്നത്? ഇത് മനുഷ്യൻ യോജിപ്പിക്കുന്നത്. നമ്മൾ പറയുന്നത് ദേവാലയത്തില് ദൈവത്തിന്റെ അടുക്കല് ദൈവ നിയമപ്രകാരം ദൈവം അധികാരപ്പെടുത്തിയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ദാമ്പത്യ ബന്ധമുറപ്പിക്കലാണ് ദൈവം യോജിപ്പിക്കുന്ന വിവാഹ ജീവിതം. പ്രൈസലോ. എടുത്തു പറയുക, ദൈവം യോജിപ്പിക്കുന്നതോ? അതെങ്ങനെ? എന്റെ കല്യാണം കൊണ്ടുവന്നത് എന്റെ അമ്മാച്ചനാണല്ലോ, പിന്നെങ്ങനെ ദൈവം യോജിപ്പിക്കുന്നത്? ദൈവജനമേ, പഴയ നിയമത്തില് തോബിയാസിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെ മകൻ തോബിയാസിന് ഒരു ഭാര്യയെ വേണം. ആരാ യോജിപ്പിക്കേണ്ടത്? അപ്പന് ചിരി വരുന്നു. ദൈവത്തിന്റെ യോജിപ്പീരല്ലേ, മുറ്റി യോജിപ്പീര. ഏതു ആകട്ടെ, തോബിയാസ് ഒരു പെണ്ണിനെ വേണം. ബൈബിള് പറയുന്നു, ദൈവമായ കർത്താവ് റാഫേൽ ദൂതനെ തോബിയാസിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് പറയുന്നു, നിനക്ക് ഭാര്യയായി ഒരു സാറ എന്നൊരു പെങ്കൊച്ച് യോഗ്യതയുള്ളവള് ഇന്ന സ്ഥലത്തുണ്ട്, അത് നമുക്ക് ആലോചിക്കാം. അങ്ങനെ ദൈവത്തെ ദൂതൻ വന്ന് രണ്ടുപേരെയും തമ്മിൽ കാണിച്ചു, വിവാഹം നടത്തി. പ്രൈസലോ. ഈ റാഫേൽ ദൈവദൂതന്റെ റോളാണ് അമ്മായിയച്ഛൻ നിർവഹിച്ചത്. ലിമയ്ക്ക് പിടി കിട്ടിയോ? തോമാച്ചേട്ടനെയും മാമിക്കുട്ടിയെയും തമ്മിൽ യോജിപ്പിച്ചത് ആരാ? ദൈവ. പ്രൈസലോ. ഇനി അടുത്തത് ബൈബിള് പറയുന്നത്, ദൈവം യോജിപ്പിക്കുന്ന ഈ അവസരത്തിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും പ്ലാനുകളെയും പദ്ധതികളെക്കാൾ ഉപരിയായി അവിടുന്ന് പരിപാടി ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അതീതമായ രീതിയിലാണ് ദൈവം യോജിപ്പിക്കുന്നത്. മനുഷ്യന്റെ സമ്മതം അതിന്റെ പൂർണ്ണതയിൽ ദൈവം നോക്കാറില്ല. എന്നെ കളിയോടോ പറയാം. ആദ്യം ദൈവം ആരെയാ സൃഷ്ടിച്ചത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ദൈവമായ കർത്താവ് പറഞ്ഞത്, അവന് ചേർന്ന ഇണയെ ഞാൻ തരും. ഞാൻ തരും. ആരെ? ദൈവം. ദൈവത്തിന്റെ വചനമില്ല. കാര്യം വലിയ പോയപ്പം നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. കാര്യമൊക്കെ ശരി, ഇഷ്ടമാണെന്ന് പറഞ്ഞു. സംഗതിയൊക്കെ ശരിയാ. ബൈബിള് പറയുന്നു, നിനക്ക് ചേർന്ന ഇണയെ ഞാനാണ് തന്നത്. നീ ശരിയാണോ നോക്കാം. ആദത്തിന് പെണ്ണിനെ വേണം. തമ്പുരാൻ എന്നടുത്തറിയാമോ? ബൈബിൾ പറയുന്നു, ആദത്തെ ഒരു ഗാഢനിദ്രയിലാഴ്ത്തി. തടിമാറൻ അല്ലേ? നമ്മുടെ തടിമാറൻ ഇങ്ങനെ ഗാഢനിദ്രയിൽ കിടക്കുക, ഒന്നും അറിയുന്നില്ല. ദൈവമായ കർത്താവ് അവന്റെ ശരീരത്തിന്റെ ഏതാനും ഭാഗമെടുത്ത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അത് മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി ആദത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ ആദം എന്ത് പറഞ്ഞു? ഇതെന്റെ മാംസത്തിന്റെ മാംസവും എന്റെ അസ്ഥിയുടെ അസ്ഥിയുമാണ്. ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ പ്ലാൻ മുമ്പിൽ വന്നപ്പോൾ ആദം അറിയാതെ പറഞ്ഞുപോയി, എനിക്കിഷ്ടവാ. ഔവ വല്ലതും പറഞ്ഞോ? അമ്മച്ചി പറഞ്ഞു അമ്മച്ചി വാ വിളിച്ച് നോക്കുക. പറഞ്ഞോ ഇല്ലയോന്ന് ഓർക്കുന്നില്ലെന്ന് ഞാൻ പറയാം. പഴയ കാലത്തെ ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക, പള്ളി അച്ഛൻ മരിച്ചുപോയി കാണൂല്ലേ?
ഇങ്ങനെ നിൽക്കുക. അച്ഛൻ ഭർത്താവിനോട് ചോദിച്ചു, ഇന്നത്തെ മരിച്ചു അച്ചായനായിരിക്കും അല്ലെ ജീവിച്ചിരിപ്പുണ്ട്, അപ്പാപ്പാ ഈ നിൽക്കുന്ന മറിയാമ്മയെ കെട്ടാൻ സമ്മതമാണോ? ആദം പറഞ്ഞതുപോലെ അപ്പാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാ. അവ്വ മൂള് പോലും ഞങ്ങൾ കേട്ടില്ല. പ്രൈസലോ സമ്മതിക്കുക. അപ്പോൾ മനുഷ്യന്റെ പ്ലാനിനും പദ്ധതികൾക്കും അതീതമായി ദൈവത്തിന്റെ യോജിപ്പാണ് ദാമ്പത്യ രഹസ്യം. ഇതൊരു രഹസ്യമാ. കാരണം ഞാൻ പറയാം, ചേട്ടൻ എല്ലാ ഭർത്താക്കന്മാരും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആഗ്രഹിക്കും, സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ, ഇവിടുത്തുകാരുടെ കാര്യമല്ല, ഭാര്യ നല്ല തടിമാടിയായിരിക്കണം, കെട്ടിയപ്പം അസ്ഥി കൂടവാ. പ്രൈസലോ ഭാര്യ ആഗ്രഹിച്ചു, അതിയാന്റെ മൂക്കിന് ഒരു ചക്കയോളം നീളം വേണം, വന്നപ്പം മാങ്ങയോളമേ ഉള്ളൂ. പ്രൈസലോ ദൈവജനമേ, ദൈവം ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിക്കുമ്പോൾ യേശുവിനെ പോലെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് ഇത് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് വന്നു? ആദ്യ മനുഷ്യന്റെ പാപം മൂലം മനുഷ്യൻ പോരായ്മയുള്ളവനായി തീർന്നു. പ്രൈസലോ ആദ്യ മനുഷ്യൻ പിഴച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദാമ്പത്യ ബന്ധത്തില് ഒരു ന്യൂനതയും കാണുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ആദ്യ മനുഷ്യന്റെ പാപം മൂലം ബൈബിൾ മനസ്സിലാക്കി തരുന്നത് മനുഷ്യൻ കുറവുള്ളവനായി മാറി. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ച ദാമ്പത്യ ബന്ധത്തിൽ കുറവുണ്ട്. എന്തു വേണം? യേശുവിനെ പോലെ പറയണം, പിതാവേ ഇതെന്റെ ഇഷ്ടമല്ല, ഏത് ഈ കള്ളുകുടിയന്റെ കൂടെ ഞാൻ ജീവിക്കണം, ഇത് എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ്. ഇതാണ് ഭാര്യയെ സംബന്ധിക്കുന്ന ദാമ്പത്യ രഹസ്യം. പ്രൈസലോ ഒരു ഭർത്താവ് അവളെ കണ്ടാൽ ഇങ്ങനെയായിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചു കേട്ടോ, എനിക്കിഷ്ടമല്ല, സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, കഴിവില്ല, കറി വെച്ചാ ഉപ്പ, ഇപ്പടി ഉപ്പ. ചില പെണ്ണുങ്ങൾ കറി വെച്ചാൽ എപ്പോഴും ഉപ്പ അല്ലേ അല്ലേ പാപ്പ? പാപ്പന്റെ ഭാര്യ വെച്ച ഉപ്പല്ലേ, എരുവാ. അപ്പൊ എന്താ വേണ്ടത്? എന്റെ ഇഷ്ടമല്ല, എന്നെ യോജിപ്പിച്ച പിതാവിന്റെ ഇഷ്ടം. ഇതാണ് ദാമ്പത്യ ബന്ധത്തിലെ സമർപ്പണ മനോഭാവം. പ്രൈസലോ കൈയുയർത്തിക്ക് പരസ്പരം അംഗീകരിക്കുവാൻ, ദൈവം സ്വീകരിക്കുവാൻ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാറി വിതറുന്ന രാജാതിരാജ, നാഥന്മാരുടെ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നവീകരിക്കണമേ. എല്ലാ ഭർത്താക്കന്മാരെയും എല്ലാ ഭാര്യമാരെയും ദൈവം കൊടുത്ത ഭാര്യയെ ഭർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ കർത്താവേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെല്ലാവരുടെ മേലും അങ്ങ് വർഷിക്കണമേ. നാഥ, ഈ വചനങ്ങൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭാര്യാഭർത്താക്കന്മാരുടെയും മനസ്സിൽ നിന്നും എല്ലാ വേദനകളും ദുഃഖങ്ങളും നിരാശകളും യേശുവെന്ന വലിയ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കർത്താവ് നമ്മളെ അയച്ച ഫീൽഡാണ് നമ്മുടെ കുടുംബജീവിതമാകുന്ന യാഥാർത്ഥ്യം. ഇനിയും പോട്ടെ, ബൈബിളിൽ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യ നീ വേർപെടുത്തരുത്. ഒരിക്കല് ഞങ്ങളുടെ ഒരു ധ്യാനത്തില് ഭാര്യയെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ മറ്റൊരുവൻ രജിസ്റ്റർ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നു. ധ്യാനാവസരങ്ങളിൽ യേശു കർത്താവിന്റെ ഇരുതലമുന പോലെയുള്ള വചനങ്ങള് അവന്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിലേക്ക് കയറി ചെന്നു. അവന് മനസ്സിലായി, ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിച്ചുകൊണ്ട് ക്രൈസ്തവ ജീവിതമില്ല. ഉണ്ടോ? അത് ഞാൻ ഉപേക്ഷിച്ചും ക്രൈസ്തവ ജീവിതം ഉണ്ടോ? ഇല്ല. അവൻ നല്ല കുമ്പസാരം കഴിച്ചു. എന്റെ അറിവില്ലായ്മയുടെ കാലത്ത്, എനിക്ക് വചനമറിയാതിരുന്ന കാലത്ത്